പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് നിർത്തിവെച്ചിട്ട് 1.5 വർഷം. അനക്കമില്ലാതെ അധികാരികൾ. സർവീസ് നിലച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും പൊന്നാനി പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് പുനരാരംഭിച്ചില്ല. നിരക്ക് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കരാർ നടത്തിപ്പുകാരനും നഗരസഭയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് സർവീസ് അവസാനിപ്പിക്കുന്നതിൽ കലാശിച്ചത്. പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നഗരസഭയുടെ നീക്കം വിജയിച്ചതുമില്ല. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ ഉണ്ടായിരുന്ന ജങ്കാർ സർവീസ് വിദ്യാർത്ഥികളും ജോലിക്കാരുമടക്കം നിരവധി പേർക്ക് ആശ്രയമായിരുന്നു. എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും പോകുന്ന ദീർഘദൂര യാത്രക്കാർക്കും ജങ്കാർ സർവീസ് അനുഗ്രഹമായിരുന്നു. നിലവിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായി ആനപ്പടി മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ വരെ കടുത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ചമ്രവട്ടം ജംഗ്ഷനിലെയും ചമ്രവട്ടം പാലത്തിലെയും ഗതാഗത കുരുക്ക് മൂലം പൊന്നാനിയിൽ നിന്നും തിരൂരിലേക്ക് എത്താൻ 2 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ പടിഞ്ഞാറേക്കര വഴി തിരൂരിലേക്കുള്ള യാത്രയിലൂടെ ഈ കുരുക്ക് ഒഴിവാക്കാനാവുമായിരുന്നു. തിരൂർ മേഖലയിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ പൊന്നാനിയിലെ കോളേജുകളെ പഠനത്തിന് ആശ്രയിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും ജങ്കാർ സർവീസ് വളരെ ഉപകാരമാകും. പൊന്നാനിയിലെ ടൂറിസം കേന്ദ്രമായ നിളയോര പാതയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതും ജങ്കാർ സർവീസ് സഹായകരമാകും. ന്യൂസ് 99 തിരൂർ.